നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നണിക്കുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കും. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ ഇന്ന് ഔദ്യോഗികമായി ക്ലിഫ് ഹൌസ് ഒഴിയും. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരും തിരുവനന്തപുരത്ത് നിന്ന്. ഇനി അറിയേണ്ടത് എന്താണ് ഈ തോൽവി എന്ന് പറഞ്ഞാൽ ചരിത്ര പരാജയത്തിന്, തിരിച്ചടിക്ക് കാരണമായി ഈ രണ്ട് പാർട്ടിയുടെ നേതൃത്വം കണ്ടെത്തുന്നതെന്നാണ്. ഇപ്പോൾ തന്നെ അണികൾ തിരുത്തി നേതാക്കളുടെ തിരുത്തൽ ഉണ്ടാകുമോ എന്നത് ചോദ്യം ഉയരുന്നുണ്ട്. നേതാക്കൾ എന്താണ് ഈ കൂടിയാലോചനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ വിലയിരുത്തലിന് ശേഷം പറയുക, പരാജയത്തിന്റെ കാരണമായി വിലയിരുത്തുക എന്നത് വലിയ ആകാംക്ഷയാണ്. ഇതിനി വോട്ടർമാരെ പഴിക്കുമോ? ഇന്നലെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം CPIയിലെയും CPIMലെയും നേതൃത്വത്തോടൊക്കെ തന്നെയുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട്. ഗൂഗിൾ എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നേതാക്കൾ കാര്യമായി ഇടത് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. വിശദമായി പഠിച്ച ശേഷം ആഴത്തിൽ പരിശോധിച്ച് പറയാമെന്നാണ് MV ഗോവിന്ദനടക്കം പറഞ്ഞത്. ഒപ്പം CPIയിലും CPMലും നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഗോകുൽ, എന്തായാലും കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. അതുകൊണ്ട് തന്നെ രൂക്ഷമായ വിമർശനം ഇതിനകത്തുണ്ടാവും. പ്രധാനമായും നമുക്കറിയാം MV ഗോവിന്ദൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് പറയാൻ കഴിയില്ല. കാരണം ഈ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഒന്നും കാര്യമായ വിമർശനങ്ങൾ ഉണ്ടാവാറില്ല. കാരണം പിണറായിയാണ് പാർട്ടി, പാർട്ടിയാണ് പിണറായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു പരാജയം, ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി, 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുന്നൊരു അവസ്ഥയ്ക്ക് കാരണമായത് എങ്ങനെ എന്നുള്ളതിൽ വിശദമായ ചർച്ചയുണ്ടായി. എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് വോട്ടിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണ്, 3ഇടത്തെ BJP വരുന്നു, അതും LDFന്റെ 3 സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഘടകകക്ഷികൾക്കിടയിലും CPMനോട് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ വളരെ കൃത്യമായ ചർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, നിലവിൽ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും. ഇതിലും എങ്ങനെയാണ് പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും വീഴ്ചകൾ സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാവും. ഒപ്പം തന്നെ RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. കാരണം RSPയും UDFന്റെ ഭാഗമായതും അവരുടെ പ്രവർത്തനവും വിലയിരുത്തും. ഒപ്പം മന്ത്രിയെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യമുണ്ടാവും. പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം അതിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഒരുപക്ഷെ അതിലൊരു സൂചനയെങ്കിലും പുറത്തു വന്നേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ KN ബാലഗോപാലിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. കൂടാതെ മുഹമ്മദ് റിയാസിന്റെ ഉൾപ്പെടെയുള്ള പേരുകളുമുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് വിമർശനം മാത്രമായിരിക്കില്ല, തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യത്തിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു മാർഗരേഖയും ഒരു ധാരണയും ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.